അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആരെയെങ്കിലും പറ്റിക്കുന്നത് ശരിയാണോ? എന്താണ് ചോദ്യം? എന്താണ്? ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആരെയെങ്കിലും പറ്റിക്കുന്നത് ശരിയാണോ? എന്താണ് ഉത്തരം? ഉത്തരം പറഞ്ഞ് കല്യാണക്കുറി കാണിച്ചു. അപ്പോൾ നമുക്ക് സംശയമുണ്ട്. ഇന്നത്തെ ഒന്നാം വായനയിൽ കേൾക്കാവോ? ഇന്നത്തെ ഒന്നാം വായനയിൽ ഭർത്താവിനെ ഒരു ഭാര്യ പറ്റിക്കുകയാണ്. അപ്പനെ ഒരു മകൻ പറ്റിക്കുകയാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ആരാണ് എന്ന് ഊഹിക്കാവോ? ഇസഹാക്കിൻ്റെ ഭാര്യ. എന്താണ് പേര്? റബേക്ക ഭർത്താവിനെയും തൻ്റെ മകൻ, മൂത്ത മകൻ ഏസാവിനെയും ഒരു തരത്തിൽ വഞ്ചിക്കുകയാണ്. എന്നിട്ട് കാര്യം ശരിയാണ്. റബേക്ക ഗർഭിണിയായിരുന്ന സമയത്ത് ദൈവം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാക്കോബായിരിക്കും അവകാശി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദൈവം പറഞ്ഞ കാര്യം നിറവേറാൻ വേണ്ടി റബേക്ക എന്ത് ചെയ്യുന്നു? ഭർത്താവിനെയും പറ്റിക്കുന്നു. സ്വന്തം കയ്യിലേക്ക് ആ നിറവേറേണ്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം അവൾ തൻ്റെ കയ്യിലെടുക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ നിയമം കയ്യിലെടുക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഇത് ഇങ്ങനെയാണ് ആയിരിക്കണമെന്ന് ഉള്ളത് വിചാരിച്ചിട്ട് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഭർത്താവിനെ പറ്റിക്കുന്നു, മകനെ പറ്റിക്കുന്നു. അപ്പോൾ യാക്കോബ് ചെയ്തത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? യാക്കോബ് ചെയ്തത് ശരിയാണോ? റബേക്ക ചെയ്തത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബൈബിൾ കൃത്യമായിട്ട് അവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം പിന്നെ യാക്കോബിന് എന്താണ് സംഭവിച്ചത്? യാക്കോബിനൊരു 10-20 കൊല്ലം പ്രവാസിയായി പോകേണ്ടി വന്നു, ഒളിച്ചോടേണ്ടി വന്നു. അപ്പനെ പറ്റിച്ച യാക്കോബിനെ അമ്മായിയപ്പൻ പറ്റിച്ചു അല്ലേ? അതായത് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ യാക്കോബ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മൂത്ത മകനാണ് എന്ന് പറഞ്ഞു. അതുപോലെ രാത്രിയിൽ യാക്കോബിനോട് ലാബാൻ പറഞ്ഞു, മൂത്ത മകളെ കൊണ്ട് നിർത്തിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഇളയ മകളാണെന്ന് പറഞ്ഞു. നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരെ പറ്റിച്ചത് അതുപോലെ തന്നെ നമ്മളും പറ്റിക്കപ്പെടാൻ ഇടവന്നു. അത് മാത്രമല്ല, അത്രയും വർഷത്തെ ദുരിതം. അപ്പോൾ നമുക്ക് ബൈബിൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ പോലും വേറൊരാളെ പറ്റിക്കാൻ പാടില്ല. നന്മ നേടാൻ വേണ്ടി ഒരു തിന്മ ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം. ഹല്ലേലൂയ. താൽക്കാലികമായി ചിലപ്പോൾ ഒരു നന്മയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ഫലം തിന്മയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു നന്മയ്ക്ക് വേണ്ടി താൽക്കാലികമായ ഒരു തിന്മയ്ക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യാതിരിക്കണം എന്നതാണ് വചന ചൈതന്യം, വചന സന്ദേശം. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ താൽക്കാലികമായി രക്ഷപ്പെടുന്നതിന് വേണ്ടി, താൽക്കാലികമായി ചില ലാഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നുണകളെ ആശ്രയിച്ചിട്ടുള്ള സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. കൂടുതൽ സത്യസന്ധതയോടുകൂടെ വാക്കുകളിലും നിലപാടുകളിലും സുതാര്യതയും സത്യസന്ധതയും
കൂടുതലായി നമ്മളിലുണ്ടാകാൻ ദൈവം എപ്രകാരമാണോ സത്യവാനായിരിക്കുന്നത് അതുപോലെ സത്യത്തിൽ വ്യാപരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ സൗമ്യതയോടെ സത്യം പറയുന്നവരാകുവാൻ ഉള്ള കൃപ യാചിക്കാം. അങ്ങനെ പല സമയങ്ങളിലും നമ്മൾ നുണകളെ ആശ്രയിച്ചിട്ടുള്ള സമയങ്ങളെ ഓർത്ത് രക്ഷപ്പെടാൻ വേണ്ടി, ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനൊക്കെ വേണ്ടി നുണകളെ ആശ്രയിക്കുകയും സത്യം മറച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സത്യത്തിൻ്റെ പൂർണ്ണതയായവൻ്റെ തിരുനാമം 21 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോ